ഹലോ യെസ് സർ കണ്ടില്ല സർ ഐ വിൽ ചെക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു സർ സർ ഓക്കെ നഗരപരിധിയിൽ തന്നെയുള്ള കായലിൽ നിന്നാണ് മത്സ്യബന്ധന തൊഴിലാളിയായ മരിയദാസിന് ഇന്ന് ഒരു കവർ ലഭിച്ചത്. തന്റെ വലയിൽ കുടുങ്ങിയ കവറിനുള്ളിൽ ഒരു തലയോട്ടി കണ്ട് വിറങ്ങലിച്ചു പോയ അയാൾ ഉടൻ തന്നെ നാട്ടുകാരെ അറിയിക്കുകയും അവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. ആഭ്യന്തരമന്ത്രി ആലത്തൂർ രഘുത്തമന്റെ നിയോജക മണ്ഡലമായതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് വിളിച്ച് പോലീസിനോട് വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കൂടാതെ തലയോട്ടി കണ്ടെടുത്തതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറമാണ് അടുത്ത ദിവസം മന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന നവീകരിച്ച ബോട്ട് ക്ലബ്ബ്. ഇത്തരമൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവെക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഈ കേസിന് തുമ്പുണ്ടാക്കേണ്ടത് സർക്കാരിന് മുന്നിൽ ഒരു കനത്ത വെല്ലുവിളിയായിരിക്കും. ഒരുപാട് ചരിത്രമുള്ള കിണറാ. ഈ മാവിൽ നിന്ന് മാങ്ങയും പറിച്ച് വെളിച്ചെണ്ണയും ഉപ്പും മുളകും ചേർത്തൊരു പിടി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഈ കിണറ്റിലെ നല്ല കണ്ണീര് പോലത്തെ വെള്ളവും കൂടി കോരി കുടിക്കുമ്പോൾ അധിക നാളൊന്നും ആള് താമസമില്ലാതെ ഇട്ടിട്ടില്ല. ഈ ഇരിക്കുന്നൊക്കെ കാരണവന്മാരുടെ ഫോട്ടോകളാ. അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ട്. ഇതെൻ്റെ കുടുംബ വീടാ. ഷെയർ കിട്ടിയത് എനിക്ക്. ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ ഈ മുറിയിൽ AC ഉണ്ട്. ടിവിയും ഫ്രിഡ്ജും ഗ്യാസും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. സാറേ 302 ഇടാ അല്ലേ? ഒന്ന് സമാനപ്പെട് സൈഷേ. വകുപ്പൊക്കെ നമുക്കിടാം. വകുപ്പ് പ്രശ്നമാവും സാറേ. കാരണം നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ മോനുമായിട്ട് കണക്ട് ചെയ്ത് ചില അടക്കം പറച്ചിലുകളൊക്കെ ഏരിയയിലുണ്ട്. അതെന്താ സംഭവം? അത് സാറേ 2 കൊല്ലം മുമ്പുള്ള ഒരു പെങ്കൊച്ചിന്റെ മിസ്സിംഗ് കേസ്. ആ കൊച്ചിന് നമ്മുടെ മന്ത്രി ആലത്തൂർ രഘുത്തമ സാറിന്റെ മോനുമായിട്ട് പ്രണയം. ചെറുക്കൻ കൈയൊഴിഞ്ഞു, പെണ്ണ് വിട്ടില്ല. മന്ത്രി വീട് കയറി വരട്ടി നോക്കിയിട്ടും നടപടിയായില്ല. അങ്ങനെ ഇരുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ കാണാനില്ല. പരാതി അന്വേഷണമൊക്കെ അതിന്റെ വഴിക്ക് നടന്നെങ്കിലും ഒരു തുമ്പുമില്ല. അല്ല, സതീഷിന് ഇതിലിങ്ങനെ ഒരു ഡൗട്ട് തോന്നാൻ കാര്യം? സാറേ, ഇവിടത്തെ ആ പഴയ ബോട്ട് ക്ലബ്ബല്ലേ മന്ത്രിയുടെ മോന്റെയും കൂട്ടുകാരുടെയും താവളം. എല്ലാ വിവാദത്തിലേക്കും മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളുടെ പേര് വലിച്ചിഴക്കുന്നത് ചിലരുടെ രാഷ്ട്രീയ പാപ്പരത്തം എന്നേ പറയാനുള്ളൂ. ഞാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അത്തരത്തിലൊരു ആരോപണമുണ്ടായ സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്ത് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിലെ ഏറ്റവും മികച്ച ടീം തന്നെ ഈ കേസ് അന്വേഷിക്കും. വൈകാതെ സത്യം പുറത്തു വരും. അപ്പോൾ ശരി. Anand, the skull was found just 200 meters from the boat club. No other remains were located in the See, നാഷണൽ മീഡിയ വരെ കവർ ചെയ്യുന്നുണ്ട്. സർ അത് SHOയോട് സംസാരിച്ചു. പോലീസ് സീനിലെത്തുന്നതിന് മുമ്പ് ആരോ കുറച്ച് ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ സ്പ്രെഡായതാണ്. ഇപ്പോൾ സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഡിജിറ്റ് ബ്യൂറോ ആൻഡ് ഫോറൻസിക് ടീം സീനിലെത്തിയിട്ടുമുണ്ട്. ഓക്കെ, എനിഹൗ DG വിളിച്ചിരുന്നു. ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഒരു സ്പെഷ്യൽ ടീമിനെ അസൈൻ ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ. ഐ സജസ്റ്റ് ACP സത്യജിതൻ ടീം. ഹലോ, അമ്മ എവിടെയാ? ആ, ഞാൻ നിന്റെ ജാതകം കൊണ്ട് പണിക്കരുടെ അവിടെ വരെ പോയതാ. കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാന്ന് വിചാരിച്ചു. ബെസ്റ്റ്. എന്തോന്നമ്മ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ? ആ, നിനക്ക് വിശ്വാസം ഇല്ലാതെ വിട്. ആ പിന്നെ നീ അയച്ച ഫോട്ടോസ് ഒക്കെ കണ്ടു. ആ വീട് തിരക്കിട്ടില്ലല്ലോ. അതല്ലേ അമ്മ ഞാൻ അപ്പൊ തന്നെ അയച്ചേ. ആ, നിനക്ക് ഇഷ്ടമായെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്കേ. അല്ലേ മോളെ?
അമ്മ ഒരു കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ചിന്നുവിൻ്റെ അടുത്ത് ഞാൻ രാത്രി വിളിക്കാന്ന് പറഞ്ഞേക്ക്. ശരി ശരി. രാജീവ് ഫിൽമി സർ, നമുക്ക് സ്കള്ള് കൂടാതെ ബാഗിൽ നിന്ന് കുറച്ച് ഹെയർസും ടിഷ്യൂ റെമിനൻസും ബ്ലഡ് ക്ലോട്ട്സും കിട്ടിയിട്ടുണ്ട്. ബട്ട് ഹൈലി പ്യൂരിഫൈഡ് സ്റ്റേറ്റിലായതുകൊണ്ട് DNA എക്സ്ട്രാക്ഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനിയിപ്പോൾ ലാബ് അനാലിസിസിലൂടെ മാത്രമേ എന്തെങ്കിലും പറയാനാവൂ. ആ ഫയൽ സർ പ്ലീസ്. സാർ, ഇത് നീല മാഡം, പുതിയ IPS പ്രൊഫഷണൽ. സത്യജിത്ത്, നീലയെക്കുറിച്ച് DC പറഞ്ഞിരുന്നു. ബാക്കി നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞൊരു ഹ്യൂമൻ സ്കൾ. ഇപ്പോൾ നമുക്ക് അത്ര മാത്രമേ അറിയൂ. ഇത് SHO രാജ്പ്രകാശ് ഷീൽ ഷെയർ ദ ഡീറ്റെയിൽസ്. കൂടുതൽ നിഗമനങ്ങളൊന്നും ഷെയർ ചെയ്യാൻ മാത്രം ആയിട്ടില്ല. കായലിൽ നിന്ന് ഒരു ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞ മ്യൂട്ടിലേറ്റഡ് ആയ പഴകിയ ഒരു ഹ്യൂമൻ സ്കള്ള് കിട്ടിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇതൊരു നാച്ചുറൽ ഡെത്ത് അല്ല. ഇവിടെ കായലിലും പരിസരങ്ങളിലും ഇതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷൻസിലൊന്നും വേറെ എന്തെങ്കിലും ഇതുപോലെ കിട്ടിയതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ആയാൽ നിങ്ങളെ അറിയിക്കാം. അല്ല, അതിപ്പോൾ അറിയിച്ചില്ലെങ്കിലും ഇന്നത്തെ പ്രൈം ടൈം ഡിബേറ്റിൽ നിങ്ങൾ തന്നെ കേസ് സോൾവ് ചെയ്യുമല്ലോ. എക്സ്ക്യൂസ് മീ സിയാദ്, MO കോടതിയിലേക്ക് എത്തിക്കാൻ വൈകരുത്. FSLൽ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തേക്കണം. യു കളക്ട് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് യു ക്യാൻ ലീവ്. ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്തോളാം. ഓക്കെ സർ.